നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബോംബെയുടെ മകൾക്ക് ആശ്രയമായി ആൽഫ ആശിഷ്. 1964 മഹാരാഷ്ട്രയിൽ ജനിച്ച് 40 വർഷമായി ദുബായിൽ വീട്ടുജോലി ചെയ്ത് ജീവിതം നയിച്ച ജൂലിയറ്റ് ഇഗ്നേഷ്യസ് എന്ന സന്ധ്യയ്ക്കാണ് എടമുട്ടം ആൽഫ തറവാട്ടിലെ കെയർ ഹോം ആശിഷ് അഭയമായത്. 1 വർഷം മുൻപ് പള്ളിയിലെ പ്രാർത്ഥനയ്ക്കിടയിൽ സ്ട്രോക്ക് ബാധിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിൽ ദുബായിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഇക്കാലമത്രയും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ശാരീരിക ആവശ്യതകൾ തുടരുന്ന ഇവരെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലാണ് ആൽഫയിലെത്താൻ കാരണമായത്. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീനെ ബന്ധപ്പെട്ട ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ബന്ധുക്കളുടെ സഹായമില്ലാത്ത ഇവരെ ശിഷ്ടകാലം സംരക്ഷിക്കാമോ എന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ചെയർമാൻ KM നൂറുദ്ദീൻ നടത്തിയ ഇടപെടലുകളാണ് നവംബർ 26 കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇവരെ എത്തിച്ചത്. ആശിഷ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ താഹിറ മുജീബ്, ട്രെയിനിംഗ് കോർഡിനേറ്റർ ദിവ്യ വൈശാഖ് എന്നിവർ ചേർന്ന് ഇവരെ സ്വീകരിക്കുകയും ആശിഷിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. മകളും സഹോദരങ്ങളും ഉണ്ടെങ്കിലും അവരാരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാക്കാത്ത വിഷമത്തിലാണെങ്കിലും ആൽഫയുടെ തണൽ തന്റെ ആശ്വാസമാണെന്ന് ജൂലിയറ്റ് പറയുന്നു. ജൂലിയറ്റ് ഇനി ആശിഷിലെ ആൽഫ കുടുംബാംഗങ്ങളോടൊപ്പം ജീവിതം നയിക്കും. കോൺസുലേറ്റിന്റെ ഇടപെടൽ മൂലം എത്തിയ രാഹുൽ കുമാർ നിലവിൽ ആശിഷിന്റെ പരിചരണത്തിലുണ്ട്. ആൽഫ കാസർഗോഡ് സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം പ്രസിഡന്റ് PM മുസ്തഫയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സെക്രട്ടറി A പ്രഭാകരൻ നായർ, ട്രഷറർ MA സലാഹുദ്ദീൻ, രാധാകൃഷ്ണൻ കാമലം തുടങ്ങിയവർ നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെ രോഗി പരിചരണ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ രാധാകൃഷ്ണൻ കാമലത്തിൽ നിന്ന് ECS ഫോം സ്വീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് PM മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.